തന്നെയാണ് ഔലിയാക്കളുടെ ജീവിതം. അത്തിപ്പറ്റ ഉസ്താദ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി അവിടെ ധാരാളം ആളുകൾ കൂടി എല്ലാവരും ഒരു സുഫ്രയിൽ ഇരിക്കൂ. ആ ഭക്ഷണം ഇങ്ങനെ വെച്ചിട്ട് അത്തിപ്പറ്റ ഉസ്താദ് പറയൂ, സുഭിക്ഷമായ ഭക്ഷണമാണല്ലോ, റസൂലുള്ളാഹിയെ ഓർക്കണ്ടേ, ഹബീബിനെ ഓർക്കണ്ടേ. ഒരു ഹികായത്ത് മങ്കൂസ് മൗലൂദെന്നോരാം, ഒരു ഹികായത്ത് മൗലിദ് ഓതിയിട്ട് നമ്മൾ ഇത് കഴിക്കുമ്പോ ഇത് റസൂലുള്ളാഹിന്റെ പങ്കാ എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന 100 കണക്കിന് ആളുകളെ ഇരുത്തിയിട്ട് അടുത്ത ഭക്ഷണമായാലും സ്പെഷ്യൽ ഭക്ഷണമായാലും റസൂലുള്ളാഹിന്റെ പേരിൽ പരിശുദ്ധ മൗലിദ് ഓതാതെ ഒരു ഹികായത്തെങ്കിലും ഓതി അതൊരു ചീരണിയാക്കി കഴിക്കുന്ന പതിവ് അത് അത്തിപ്പറ്റ ശൈഖുനാന്റെ ഹൃദയത്തില് റസൂലുള്ളാഹി ഉണ്ടായതിന്റെ പേരിലാ. സഹോദരങ്ങളെ, ഒരു 45 വർഷം ഒരു പള്ളിയിലെ മുഅല്ലിനായി അവിടത്തെ ഇമാമത്ത് ഏറ്റെടുത്ത് അവിടത്തെ മദ്രസ പഠിപ്പിച്ച ഒരാളാണ് എന്റെ വല്യപ്പ. അല്ലാഹുവേ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. വസൂരി ബാധിച്ച് മരണപ്പെട്ടവരുടെ മയ്യത്ത് സ്വന്തം വീട്ടുകാരെ പോലും പരമ്പിൽ കൊണ്ട് പൊതിഞ്ഞിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുമ്പോ ചുമന്നു കൊണ്ടുപോയി ഖബർസ്ഥാനിൽ കുഴിയെടുത്തടക്കപ്പെട്ട് 45 വർഷം ഒരു പള്ളിയിൽ ബാങ്ക് മുഴക്കി അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോ ബാങ്ക് വിളിച്ചുകൊണ്ട് മരിച്ച ആളാണെന്റെ ഉപ്പാപ്പ. സുബ്ഹാനല്ലാഹ്, അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. എന്തിന് ഞാൻ എന്റെ ഉപ്പാപ്പ ഇവിടെ പറഞ്ഞെന്നല്ലേ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ആ ഉപ്പാപ്പ ഞാൻ എന്റെ ഓർമ്മ വെച്ച നാളെ മുതൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്റെ ഉപ്പയുടെ റൂമിൽ ഞാൻ ഇരിക്കുമ്പോ മങ്കൂസ് മൗലൂദ് ഓതാതെ ഉറങ്ങിയിട്ടേ ഇല്ല. ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങളൊക്കെ കിടക്കുമ്പോ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ആ പഴയകാല മൗലിദ് കിതാബ് എടുത്തിട്ട് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി